ഇനി നമുക്ക് പാലക്കാടിൻ്റെ ഒരു പഴയകാല രുചിയായ പിട്ല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനു വേണ്ടി അധിക ചേരുവകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമ്മൾ അതിന് വേണ്ടി കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് മാത്രമായിട്ടും അല്ലെങ്കിൽ തുമരപ്പരിപ്പ് മാത്രമായിട്ടും ഒക്കെ ചെയ്യാം. ഞാനിവിടെ കടലപ്പരിപ്പും കുറച്ച് തുമരപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുമരപ്പരിപ്പ് കടലപ്പരിപ്പിനേക്കാളും കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി മാത്രം ചേർക്കുക. ഞാനിവിടെ കൊച്ചുള്ളി സവാളയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ ഇത്രയും മതിയാവും. ഇപ്പോൾ വഴുതനങ്ങ ഇല്ലെങ്കിൽ പടവലങ്ങ ചേർക്കാം, പിന്നെ ചൗ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇത് ഇത്രയാക്കി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് അധികം കുക്കാവരുത്, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ അത് കിട്ടണം. ഓവറായിട്ട് കുക്കായിട്ട് അത് എടുക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ തേങ്ങ, വറ്റൽമുളക്, ജീരകം ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. പിന്നെ തേങ്ങ നമ്മൾ തീയലിനൊക്കെ അത്രയും കളറാകരുത്, ജസ്റ്റ് ഇതിൻ്റെ ഒരു തേങ്ങയുടെ ഒരു പച്ചമണം മാറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഓവറായിട്ട് റോസ്റ്റ് ആവരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കടലപ്പരിപ്പിൻ്റെ ആ ഒരു കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കടലപ്പരിപ്പ് ഓവറായിട്ട് കുക്കാവരുത്. കടലപ്പരിപ്പ് കൂടെ കഴിക്കാൻ നമുക്കിതിൽ കിട്ടണം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക. ഇതും നമ്മൾ ഓവറായിട്ട് പേസ്റ്റ് ആക്കരുത്. നമുക്ക് ചെറിയ തരിതരിപ്പോടു കൂടി വേണം ആ ഒരു തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ, തേങ്ങയുടെ കൂട്ട് നമ്മൾ അരച്ചെടുക്കാൻ. അതും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. പിന്നെ പുളിവെള്ളം വേണമെങ്കിൽ പുളിവെള്ളം, പിന്നെ ഗ്രേവി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ഗ്രേവിയും കൂടി ഉള്ള വെള്ളം കൂടി, ചൂടുവെള്ളം കൂടി ചേർത്ത് നിങ്ങളുടെ പരുവത്തിന് കുക്കാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നോർമൽ താളിക്കുന്ന കൂട്ട് താളിച്ചുകൂടി ചേർത്തിരുന്നാൽ മതിയാകും. താളിച്ചൊഴിക്കുമ്പോൾ അതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം. അത് സ്കിപ്പ് ചെയ്യരുത്. സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, ഒരു നാടൻ രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ പരിപ്പ് അധികം വേകരുത്. പിന്നെ പുളി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. അത് തന്നെയല്ലേ ഇരിക്കുന്നതനുസരിച്ചിട്ട് അത് തിക്കാവും. അപ്പോൾ ഗ്രേവി അതനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചൂടുവെള്ളമൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് ലൂസാക്കി ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുറുകിക്ക് തന്നെ കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി ഒരു ഡിഷുമായിട്ട് ഇനി നമുക്ക് വരാം. ഓക്കെ, താങ്ക്